ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, നിങ്ങളെല്ലാവർക്കും നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നു നാം ധ്യാനിക്കുവാൻ പോകുന്നത് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള തിരുവചന ഭാഗമാണ്. സീനായ് മലയിൽ ദൈവം ഇറങ്ങി വന്ന അതിശക്തമായ ഒരു നിമിഷമാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഈ പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ വായിക്കുന്ന ഈ തിരുവചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവനും വെളിച്ചവുമായി തീരണമേ. ഞങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് വിളിച്ചടുപ്പിക്കണമേ. ഈ അനുദിന പ്രഭാത തിരുവചന ധ്യാനത്തിലൂടെ തമ്പുരാനെ ഞങ്ങളോട് സംസാരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചനം എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള തിരുവചന ഭാഗമാണ്. ദൈവം ഉച്ചത്തിൽ അവനോട് ഉത്തരമരുളി. യഹോവ സീനായ് പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഇറങ്ങി. യഹോവ മോശയെ പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് വിളിച്ചു. മോശ കയറി ചെന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, ജനം നോക്കേണ്ടതിന് യഹോവയുടെ അടുക്കൽ കടന്നു വന്നിട്ട് അവരിൽ പലരും നശിച്ചു പോകാതിരിക്കുവാൻ നീ ഇറങ്ങിച്ചെന്ന് അവരോട് അമർച്ചയായി കൽപ്പിക്കുക. യഹോവയോട് അടുക്കുന്ന പുരോഹിതന്മാരും യഹോവ അവർക്ക് ഹാനി വരുത്താതിരിക്കേണ്ടതിന് തങ്ങളെ ശുദ്ധീകരിക്കട്ടെ. മോശ യഹോവയോട്, ജനത്തിനു സീനായ് പർവ്വതത്തിൽ കയറുവാൻ പാടില്ല. പർവ്വതത്തിന് അതിരുതിരിച്ച് അതിനെ ശുദ്ധമാക്കുക. അത് ഞങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, ഇറങ്ങിപ്പോകുക, നീ അഹരോനുമായി കയറി വരിക. എന്നാൽ പുരോഹിതന്മാരും ജനവും യഹോവ അവർക്ക് നാശം വരുത്താതിരിക്കേണ്ടതിന് അവന്റെ അടുക്കൽ കയറുവാൻ അതിരു കടക്കരുത്. അങ്ങനെ മോശ ജനത്തിന്റെ അടുക്കൽ ഇറങ്ങിച്ചെന്ന് അവരോട് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇവിടെ നാം കാണുന്നത് ദൈവം സീനായ് മലയിൽ ഇറങ്ങി വരുന്നതാണ്. ദൈവ സാന്നിധ്യം സാധാരണ കാര്യമല്ലെന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. മല മുഴുവനും തീയും മേഘവും ഗന്ധകവും ഇടിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ജനങ്ങൾ ഭയപ്പെട്ടു. കാരണം വിശുദ്ധനായ ദൈവം അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ദൈവം മോശയെ മുകളിലേക്ക് വിളിക്കുന്നു. പക്ഷേ ജനങ്ങൾ അതിരുകൾ ലംഘിക്കരുത് എന്ന മുന്നറിയിപ്പും നൽകുന്നു. ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിന് വിശുദ്ധിയും അനുസരണവും ആവശ്യമാണ്. ഇന്ന് പലരും ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുന്നു. പക്ഷേ ദൈവത്തെ ബഹുമാനിക്കുന്ന ജീവിതമില്ലാതെ അവിടുത്തെ മഹത്വം അനുഭവിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. പ്രിയ ദൈവമക്കളെ, മോശ ദൈവ വിളിക്ക് അനുസരിച്ചു. അവൻ ദൈവ സാന്നിധ്യത്തിലേക്ക് കയറി. ഇന്ന് ദൈവം നമ്മയും വിളിക്കുന്നു. ഭയപ്പെടാതെ, പക്ഷേ വിശുദ്ധിയോടും അനുസരണത്തോടും കൂടി ദൈവ സന്നിധിയിലേക്ക് അടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ പ്രഭാതത്തിൽ നമ്മൾ സ്വയം നമ്മോട് തന്നെ ചോദിക്കാം, എൻ്റെ ജീവിതം ദൈവ സാന്നിധ്യത്തിന് തയ്യാറായ ഒരു വിശുദ്ധ ജീവിതമാണ്. ദൈവം എന്നും സംസാരിക്കുന്നു. കേൾക്കുവാൻ തയ്യാറുള്ള ഹൃദയങ്ങളെ അവിടുന്ന് അന്വേഷിക്കുകയും ചെയ്യും. ഈ ദിവസം മുഴുവൻ ദൈവ സാന്നിധ്യം നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സീനായ് മലയിൽ അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തിയതുപോലെ
ഇന്നും ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധമാക്കണമേ. അനുസരിക്കാത്ത മനസ്സുകൾ മാറ്റി തമ്പുരാനെ അങ്ങയുടെ വഴികളിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഭയത്തേക്കാൾ വലിയ വിശ്വാസം ഞങ്ങൾക്ക് നൽകണം. ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന ഓരോരുത്തരെയും തമ്പുരാനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗികളായവരെ സൗഖ്യമാക്കണം. ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് സമാധാനം നൽകണമേ. തളർന്നിരിക്കുന്നവർക്ക് പുതിയൊരു ശക്തി നൽകണമേ. ഞങ്ങളുടെ വീടുകളിലും കുടുംബങ്ങളിലും അങ്ങയുടെ സമാധാനം നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.